ശ്രീ റോയ് പി തിയോച്ചൻ, താങ്കൾ പ്രവാസി വ്യവസായിയാണ്. കേരളത്തിൽ ഒട്ടേറെ ചാരിറ്റി നടത്തുന്ന ആളാണ്. കേരളത്തിലെ സമൂഹത്തെക്കുറിച്ച് താങ്കൾക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. കേരളത്തിലെ നല്ലൊരു സാമൂഹ്യ പ്രവർത്തകനുമാണ്. വി ഡി സതീശൻ്റെ ഗവൺമെൻറ്റിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? എല്ലാവർക്കും നമസ്കാരം. അത് പറയാൻ നേരത്ത് കുറേ കാര്യങ്ങൾ മുന്നോട്ട് പറയണം. കോൺഗ്രസ് മൃഗീയമായ ഭൂരിപക്ഷത്തിലോട് വന്നതിന് ശേഷം ഒരു 10-11 ദിവസത്തോളം അനിശ്ചിതത്വത്തിലേക്ക് തുടർന്ന് മുന്നോട്ട് പോയി. അതിന് കാരണം ആരാകണം മുഖ്യമന്ത്രി എന്നുള്ള ഒരു നിഗമനത്തിലെത്താനായിട്ട് കുറേ പാടുപെടേണ്ടി വന്നു. അതിൻ്റെ ഒരു പാളിച്ച ഒരു 10 ദിവസം അനിശ്ചിതത്വം ഉണ്ടായിരുന്നുള്ള സത്യമാണ്. ഞാൻ ആലപ്പുഴക്കാരനെന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഭൂരിപക്ഷം വരുന്ന ആലപ്പുഴക്കാരുടെ ആഗ്രഹം കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി ആകണമെന്നായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ആവശ്യം വന്നതോടുകൂടിയാണ് ഈ അനിശ്ചിതത്വം തുടർന്ന് വന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിനകത്തുണ്ടായ 2 കാര്യം. 3 പേരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത്. കെ.സി. വേണുഗോപാൽ ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ 2 പേര്. അതിനെങ്ങനെ പരിഹരിക്കാം എന്നുള്ളൊരു നിലയിലേക്കാണ് കെ.സി. വേണുഗോപാലിൻ്റെ പേര് ഇതിനകത്ത് ശ്രദ്ധിക്കപ്പെട്ട് മുന്നോട്ട് വന്നത്. അതിന് അദ്ദേഹം തന്നെ കൃത്യമായിട്ടുള്ളൊരു പരിഹാരം കണ്ടുപിടിക്കുകയും ജനങ്ങൾ ആഗ്രഹിച്ചതുപോലെ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായിട്ട് മുന്നോട്ട് വരികയും ചെയ്തു. പിന്നെ അടുത്തതായിട്ട് പറയാനാണെങ്കിൽ ഒരു 6 മാസമെങ്കിലും കഴിയാണ്ട് പുതിയതായിട്ട് വന്ന ഗവൺമെൻറ്റിനെ കുറിച്ച് നമുക്കൊരു വിലയിരുത്തൽ നടത്താൻ പറ്റത്തില്ല. നിലവിലെ സാഹചര്യത്തിൽ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ 1-2 പ്രകടനം അത് ജനങ്ങൾക്കൊരു സന്തോഷ വാർത്തയാണ് നൽകുന്നത് മുന്നോട്ടുള്ള പോക്കിലേക്ക്. അതിലൊന്നാണ് ധവളപത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുള്ളി സ്വീകരിച്ച നടപടി. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് 6000 കോടി രൂപ ഖജനാവിലുണ്ടെന്ന് പറയുകയും മറുവശത്ത് പൂച്ച പെറ്റി കിടക്കുന്ന ഖജനാവാണെന്ന് പറയുകയും ചെയ്ത ഒരു സമയത്താണ് ഇവർ ഈ ഏറ്റെടുക്കുന്നത്. പക്ഷെ അത് അദ്ദേഹം കൃത്യമായിട്ട് തന്നെ ജനങ്ങളിലേക്ക് വിവരിച്ച് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളുടെ സംശയത്തിന് മറുപടി എന്നുള്ളത് ഒരു ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ട്. അടുത്തതെന്ന് വെച്ചാൽ ഇന്നലെ സംഭവിച്ചിട്ടുള്ള മൺമറഞ്ഞു പോയ നമ്മുടെ ഫിലിം സ്റ്റാറായിട്ടുള്ള സലീം കുമാറിൻ്റെ മരണം എങ്ങനെയായിരിക്കണം ഒരു ജനകീയ മുഖ്യമന്ത്രി എന്നുള്ളതും അദ്ദേഹം മുൻകാലത്തെ മുൻ മുഖ്യമന്ത്രിയെ അപേക്ഷിച്ച് അദ്ദേഹം തെളിയിച്ചു കൊടുത്തിട്ടുണ്ട്. അതും ജനങ്ങൾക്ക് കുറേ ശ്രദ്ധ പിടിച്ചു പറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ആവണം മുഖ്യമന്ത്രി എന്നുള്ള ഞാനുൾപ്പെടെയുള്ള ആൾക്കാർ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് ഒരു മുഖ്യമന്ത്രി കുറഞ്ഞ സമയത്തിനുള്ളിൽ ആയിട്ടുണ്ടെന്നുള്ളതാണ് വിശ്വാസം. ഓക്കെ, കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണം എന്ന് ആലപ്പുഴക്കാർ ആഗ്രഹിച്ചിരുന്നു എന്നത്. അങ്ങനെ ആഗ്രഹിക്കാനുള്ള കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം. അദ്ദേഹത്തിന് മുൻപ് ജാതിമത ഭേദമന്യേ രാഷ്ട്രീയക്കാർ ഒന്നുമില്ലാതെ അദ്ദേഹം കൃത്യമായിട്ട് എല്ലാ ജനങ്ങളുടെ ഇടയിലും ഇടപെടുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് എനിക്കറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കും. കാരണം ഞങ്ങൾക്ക് നേരിട്ട് അറിയുന്ന ആലപ്പുഴ മണ്ഡലം, ഒപ്പം തന്നെ കേരളത്തിലുള്ള എല്ലാ മലയാളിക്കും അറിയാം, ഇന്ത്യ ഒട്ടാകെ അറിയുന്നൊരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ ആ സമീപനം വളരെ ഉത്തമ ഉദാഹരണമായിട്ട് നേതാവ് കാണിക്കേണ്ട എല്ലാ ഇതും അദ്ദേഹം കാണിക്കുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞ ഉമ്മൻചാണ്ടിയെ പോലെ തന്നെയാണ്. ഇപ്പോൾ ആരാണ് മുന്നിലെന്ന് ചോദിക്കാനായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഞങ്ങളുടെ മണ്ഡലത്തിൽ നിന്നുള്ള മത്സരിച്ച് MP ആയിട്ടുണ്ട്, നേരത്തെ മന്ത്രിയായിട്ടുണ്ട്, പല കാര്യങ്ങൾ ആലപ്പുഴയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഉമ്മൻചാണ്ടിനെ അനുകരിക്കാനായിട്ട് വന്നിട്ടുള്ള 2 വ്യക്തിത്വങ്ങൾ, ഒന്ന് ശ്രീ കെ.സി. വേണുഗോപാൽ, അതുപോലെ തന്നെയാണ് വി ഡി സതീശൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി. ഏകദേശം സിമിലറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ ഇടയിൽ. അല്ല, കെ.സി. വേണുഗോപാൽ നിങ്ങൾ ജയിപ്പിച്ച് പാർലമെൻറ്റിലേക്ക് വിട്ട ആളാണ്. അതെ, നിങ്ങൾ ജയിപ്പിച്ച് പാർലമെൻറ്റിലേക്ക് വിട്ട ആൾ പാർലമെൻറ്റിലല്ലേ ഇരിക്കേണ്ടത്? കേരളത്തിലെ നിയമസഭയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ കാര്യം അനുസാരം നമ്മളെപ്പോഴും കോൺഗ്രസ്സിന് ഏത് മന്ത്രിസഭ എടുത്ത് നോക്കിക്കോ, ഒരു ഭൂരിപക്ഷത്തിലേക്ക് വരാൻ നേരത്തെ അവിടെ ഒരു അനിശ്ചിതത്വം ഉണ്ടാകാറുണ്ട്. അതിനെങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ള തലത്തിലേക്കായിരിക്കും അദ്ദേഹത്തിന് പ്രസൻറ്റ് ചെയ്യിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആവണമെന്ന് പറഞ്ഞ ഒരു പക്ഷേ ആകുമായിരുന്നു. ആ ഒരു പ്രതിസന്ധിക്ക് കാരണം കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ രംഗപ്രവേശനവും അതോടുകൂടെ ഈ കാര്യങ്ങളൊക്കെ ക്ലിയറായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ടെന്നുള്ള എൻ്റെ വിശ്വാസം. അപ്പോൾ ആലപ്പുഴക്കാരെ നിരാശപ്പെടുത്തിക്കൊണ്ടാണോ വി ഡി സതീശൻ അധികാരത്തിലെത്തിയത്? അങ്ങനെ നമ്മൾ പറയുന്നില്ല. ഇത് കോൺഗ്രസ് എന്ന് വെച്ചാൽ ഒരു വ്യക്തിയല്ലല്ലോ. ഇത് കോൺഗ്രസ് പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ കോൺഗ്രസ് ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും നല്ലൊരു പാർട്ടിയാണ്. അതുപോലെ തന്നെ ഘടകകക്ഷികളെല്ലാവരും ഉൾപ്പെടുന്നതാണ് കോൺഗ്രസ് UDF എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരുടെയും കൂടി ആലോചനയും അതിനകത്തുനിന്നുണ്ടായി ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള നല്ലൊരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. എല്ലാ കാലത്തും അതുണ്ടായിട്ടുണ്ട്.
ഇപ്പം എന്തായാലും വി ഡി സതീശന് കേരളത്തിലെ മുഖ്യമന്ത്രിയായി താങ്കൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ പെർഫോമൻസ് തുടങ്ങി ഇപ്പോൾ ഒരു മാസമേ ആയുള്ളൂ. നമ്മളൊരു മന്ത്രിസഭയുടെയോ മുഖ്യമന്ത്രിയുടെയോ പെർഫോമൻസ് വിലയിരുത്താനുള്ള സമയം ഒട്ടുമായിട്ടില്ല. പക്ഷേ തുടക്കത്തിലെടുത്ത ചില തീരുമാനങ്ങൾ നല്ല തീരുമാനങ്ങളാണ് എന്ന് താങ്കൾ പറഞ്ഞു. തീർച്ചയായിട്ടും. അങ്ങനെ വരുമ്പോഴേ വി ഡി സതീശൻ്റെ ഈ ക്യാബിനറ്റിനെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ഒപ്പം ജോലി ചെയ്യുന്ന മന്ത്രിമാരെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? എനിക്ക് തോന്നുന്നത് മുൻകാല UDF മന്ത്രിസഭ ആയിരിക്കത്തില്ല ഇനിയുള്ള മന്ത്രിസഭ എന്ന് പറയുന്നത്. കാരണം പണ്ടൊക്കെ ഒന്ന് കുറേ അധികം ഘടകകക്ഷികളുണ്ടായിരുന്നു. അത് ഭയങ്കര വിലപ്പെടുത്തുമായിട്ട് നിൽക്കുന്ന ഘടകകക്ഷികളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ മുൻപ് നിൽക്കുന്ന മുസ്ലിം ലീഗ് മാത്രമാണ് ഘടകകക്ഷി. അവർ പണ്ടത്തെ നിന്ന് ഒത്തിരി മാറിയിട്ടുണ്ട്. ഇന്ന് ഈ കാലഘട്ടത്തിനനുസൃതമായിട്ട് അവർ മാറാൻ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളില്ലാണ്ട് മുന്നോട്ട് പോകാം. പിന്നെ ഘടകകക്ഷികളായിട്ട് വന്നിട്ടുള്ള നമ്മുടെ CP ജോൺ, അദ്ദേഹത്തിനെ കുറിച്ച് എല്ലാ മലയാളികൾക്കും അറിയാം. ഇത്രയും നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമ വേറെയില്ല. അപ്പോൾ എല്ലാവരും അങ്ങനെ ഉള്ളവരാണ് എത്തുന്നുള്ളൂ. നമുക്കൊരു പ്രതീക്ഷയുള്ളൊരു വ്യക്തിയാണ്. അങ്ങനെ ഓരോ ആളും, ഷിബു ബേബി ജോൺ ആണെങ്കിലും അതുപോലെ തന്നെ മുസ്ലിം ലീഗിലെ മന്ത്രിമാരാണെങ്കിലും കോൺഗ്രസ്സിലെ തന്നെ ഞങ്ങളുടെ ആലപ്പുഴ മണ്ഡലത്തിലെ M. ലിജു, ഇവരൊക്കെ വളരെ മാനുഷികപരമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന അടിത്തട്ടിൽ പേരുകളുള്ള ആൾക്കാരാണ് ഇവർ. അപ്പോൾ അതുകൊണ്ട് ഈ മന്ത്രിസഭ മോശഭാഗത്തിലൊരിക്കലും, പക്ഷേ മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ഊർജം വേണമല്ലോ, അതുണ്ടോ എന്നുള്ളതാണ് നമ്മളുടെ ഒരു ചോദ്യചിഹ്നം. താങ്കളുടെ തന്നെ ജില്ലയിൽ നിന്ന് വന്ന ആളായിരുന്നു, അല്ലെങ്കിൽ ആ ജില്ലാ കമ്മിറ്റിയിലുണ്ടായിരുന്ന ആളായിരുന്നു. അതെ. സജി ചെറിയാൻ. അതെ. അപ്പോൾ സജി ചെറിയാൻ ഇപ്പം എന്തായാലും ജയിച്ചിട്ടുണ്ട്. പക്ഷേ സജി ചെറിയാൻ്റെ ഒരു പെർഫോമൻസ് ഇപ്പോഴത്തെ മന്ത്രിമാരുടെ പെർഫോമൻസുമായിട്ടൊന്ന് താരതമ്യപ്പെടുത്തുമ്പോഴെങ്ങനെയാണ് താങ്കൾ? വ്യത്യസ്തമായിട്ട് വരാനായിരിക്കും സാധ്യത. ഒന്നാമത്തെ കാര്യം, സജി ചെറിയാൻ ഉണ്ടായിരുന്ന ഒരു വകുപ്പാണ് ഫിഷറീസ് വകുപ്പ്. അതിന് ഒട്ടേറെ പരാതികൾ ഉണ്ടായിട്ടുണ്ട്, ഒട്ടേറെ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ആ വകുപ്പിനെ സംബന്ധിച്ച്. അതുകൊണ്ടാണ് ഇത്രയും മൃഗീയമായ ഭൂരിപക്ഷത്തിൽ ആലപ്പുഴയിലെ ഏറ്റവും ചെറുപ്പക്കാരനായിട്ടുള്ള MLA മൃഗീയമായ ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കാനുണ്ടുള്ള കാര്യം ഫിഷറീസ് വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ള പോരായ്മ കൊണ്ട് തന്നെയാണ്. പിന്നെ സാംസ്കാരിക വരുമ്പോൾ നമുക്ക് പറയേണ്ട കാര്യമില്ല, അറിയാം ചില ന്യൂനതകളും ഇടയ്ക്ക് കുടച്ചക്രം പോലുള്ള പ്രയോഗങ്ങളും എന്ന് വിചാരിച്ചാലും അദ്ദേഹം ഒരു മോശക്കാരൻ, നല്ലൊരു മന്ത്രിയാണ്. പക്ഷേ പ്രവർത്തനം വരുമ്പോൾ ഒരു മന്ത്രി മാത്രമല്ലല്ലോ, താഴ്ത്തട്ടിലോടുകൂടെ വരുന്ന ആൾക്കാർ ഉൾപ്പെടെ ഉള്ളവരുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഒരു മന്ത്രിക്ക് കാഴ്ചവെച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പണ്ടാരോ തലയിരിക്കുന്നിടത്ത് ബാലാടത്തില്ലെന്ന് പറഞ്ഞ കണക്ക് അദ്ദേഹത്തിന് കുറേ പറ്റുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എന്നാലും ചില പോരായ്മകൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. കാരണം തീരദേശവുമായിട്ട് ബന്ധപ്പെട്ട് 1-2 യാത്രകൾ നടത്തിയുണ്ടായി അദ്ദേഹം. പക്ഷേ കുറേ അപേക്ഷകൾ വാരി കൂട്ടിയതല്ലാണ്ട് അതിനെക്കുറിച്ചൊരു നടപടി അദ്ദേഹം എടുത്തിട്ടില്ല. അതിൽ വലിയൊരു പോരായ്മയായിട്ട് തീരദേശത്തുണ്ടായിട്ടുണ്ടായിരുന്നു. അതിപ്പോഴും ആ അനിശ്ചിതത്വം നിലനിന്ന് പോകുന്നുണ്ട്. അവിടെ തന്നെ താങ്കൾ താമസിക്കുന്ന കോൺസ്റ്റിറ്റ്യൂൻസി തന്നെയായിരുന്നു ജയിച്ചു വന്ന ആളാണ് ചിത്തരഞ്ജൻ. അതെ. അപ്പം പക്ഷേ വളരെ ആകസ്മികമായി കടന്നു വന്ന ഒരു ചെറുപ്പക്കാരൻ AD തോമസ്, അദ്ദേഹം ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിന് മത്സരിക്കുകയാണ്. അപ്പോൾ ശരിക്കും എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് AD തോമസിൻ്റെ വിജയം എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിത്തരഞ്ജനെ അദ്ദേഹം വലിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ 21,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് തോൽപ്പിച്ചത്. അപ്പോൾ അത്ര വലിയ ഒരു അൺപോപ്പുലർ ആകാൻ ചിത്തരഞ്ജൻ അത്ര ഒരു അൺപോപ്പുലർ ആകാനുള്ള കാരണം എന്താണ്? കാരണം ചിത്തരഞ്ജൻ ആലപ്പുഴ ടൗൺ വെച്ച് നോക്കാൻ നേരത്ത് എല്ലാ ആൾക്കാരുമായിട്ട് നല്ല രീതിയിൽ ബന്ധം പുലർത്തിക്കൊണ്ട് പോകുന്ന ഒരു MLA സുഹൃത്തു കൂടെയാണ് അദ്ദേഹം. പക്ഷെ താഴ്ത്തട്ടിലേക്ക് ചെല്ലുമ്പോൾ ഈ പറഞ്ഞ അണികൾ അല്ലെങ്കിൽ സാധാരണ മനുഷ്യർ അദ്ദേഹത്തിനെതിരായിരുന്നു. പിന്നെ പല കാര്യങ്ങളുണ്ട് അദ്ദേഹം ജയിക്കേണ്ട. ഒന്നാമത് തന്നെ നമ്മുടെ യാത്ര മുഖ്യമന്ത്രിയുടെ വികസന യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് പോലീസിൻ്റെ ഒരു അതിക്രമം അത് ജനങ്ങളുടെ ഇടയിലേക്ക് ശ്രദ്ധയാർച്ചു കൊണ്ടുവന്നു. അത് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഇത്ര ഭൂരിപക്ഷം ജയിപ്പിക്കാൻ കാര്യം നമ്മുടെ മുൻ മുഖ്യമന്ത്രി ശ്രീ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ തന്നെയാണ്. അപ്പോൾ പിണറായിയുടെ ഒരു ഇഫക്റ്റാണ് ചിത്തരഞ്ജൻ ഇത്ര വലിയൊരു ഭൂരിപക്ഷം നേടിക്കൊടുത്തത്. തീർച്ചയായും. അതിനർത്ഥം ചിത്തരഞ്ജനെതിരായിട്ട് ആൻറ്റി ഇൻകംബൻസി അവിടെ ഇല്ല എന്നർത്ഥം. അങ്ങനെ പറയാൻ പറ്റത്തില്ല. തീരദേശത്തെ ആൾക്കാരുടെ ഇടയിൽ വൻതോതിൽ പുള്ളിക്കുണ്ട്. പക്ഷേ പുള്ളിക്ക് അത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ തൊട്ടടുത്ത മണ്ഡലമാണല്ലോ അമ്പലപ്പുഴ മണ്ഡലം. അതെ. അവിടെയാണ് ജി സുധാകരൻ ജയിച്ചിരിക്കുന്നത്. H. സലാമിനെ തോൽപ്പിച്ചുകൊണ്ട്. H. സലാമിന് 11,000 സംതിങ് ആണ് ഭൂരിപക്ഷം കിട്ടിയത്. സുധാകരൻ 28 ലക്ഷത്തിലധികം കിട്ടി. പക്ഷെ അപ്പോൾ ഒരു കാര്യമുണ്ട്, അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു, UDFൻ്റെ പിന്തുണയുള്ളായിരുന്നു. CPMൻ്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ ഭൂരിപക്ഷത്തിനേക്കാൾ എത്രയോ അതിൻ്റെ ഇരട്ടിയിൽ കൂടുതൽ ഭൂരിപക്ഷം വാങ്ങിച്ചാണ് ജി സുധാകരൻ ജയിച്ചിരിക്കുന്നത്. ജി സുധാകരൻ്റെ വിജയം ആലപ്പുഴ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തെ, CPIMൻ്റെ രാഷ്ട്രീയത്തെ എങ്ങനെ ബാധിക്കുമെന്ന് താങ്കൾ കരുതുന്നത്?
തീർച്ചയായിട്ടും അത് പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പറയുന്നത്. സുധാകരൻ സാർ എന്ന് വെച്ചാൽ ജനകീയനായിട്ടുള്ള ഒരു വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് പോകുന്നതാണ്. പക്ഷെ പുള്ളി കുറച്ചുകൂടെ കർക്കശക്കാരനാണ് സത്യത്തിൽ. പക്ഷെ അദ്ദേഹം ഭരിച്ചിട്ടുള്ള പല വകുപ്പുകളും അഴിമതിരഹിതമായിട്ടുള്ള പല കാര്യങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ ഉദാഹരണമായിട്ട് പറയാനാണ്, ഇപ്പം നമ്മുടെ ദേശീയപാതയുടെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി പരാതികൾ ഉണ്ടാകുന്നുണ്ട്. പല സ്ഥലങ്ങളിലും പിന്നെ കൃത്യമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ അപാകതകൾ കൊണ്ട് പല അപകടങ്ങളുണ്ടാകുന്നുണ്ട്. ഇപ്പം തന്നെ ഇന്നലെ തന്നെ ചേർത്തലയിൽ ഒരു ഭാഗം, ഒരു ഗ്രാമം മൊത്തം വെള്ളക്കെട്ടിനടിയിലായിപ്പോണ്ട്. അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം. പക്ഷെ സുധാകരൻ സാറിൻ്റെ കാലത്ത് അദ്ദേഹം ആ ഓരോ സൈറ്റിലും അദ്ദേഹം എത്തുമായിരുന്നു. എത്ര തിരക്കുള്ള മന്ത്രിയാണേലും അദ്ദേഹം ഈ സൈറ്റ് ഉടനീളം സന്ദർശിച്ച് വേണ്ട നടപടി അപ്പോഴപ്പോൾ എടുക്കുമായിരുന്നു. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ മഴക്കാലം തുടങ്ങി, ഇപ്പോൾ അപകടങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ മാത്രമാണ് നമ്മുടെ നേതാക്കന്മാർ കാണുന്നത്. പക്ഷേ അദ്ദേഹമായിരുന്നു ഈ സ്ഥാനത്ത് ഇരുന്നെങ്കിൽ അതാത് സമയങ്ങളിൽ അദ്ദേഹം അതിനെക്കുറിച്ചൊരു എന്താ നിരീക്ഷണത്തിനെത്തുകയും അതിന് നടപടി എടുക്കുകയും ചെയ്യുമായിരുന്നു. ഇപ്പോഴും ഈ ഒരു കാര്യം അനിശ്ചിതത്വം തുടർന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ. എന്തായാലും ശരി, വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ വന്ന ഗവൺമെൻറ്റിൽ താങ്കൾക്ക് പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും മന്ത്രിമാരിലെ പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും. പക്ഷേ ഒരു മാസത്തെ കാലയളവ് കൊണ്ട് നമുക്കത് മിനിമം 6 മാസമെങ്കിലും വേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മന്ത്രിസഭയെ നമുക്ക് വിലയിരുത്തണം. നമ്മുടെ അഭിപ്രായം, താങ്കളെപ്പോലുള്ള പ്രവാസി വ്യവസായികളുടെ അഭിപ്രായം ജനങ്ങളെ നമുക്ക് അറിയിക്കണം. പിന്നെ 1-2 കാര്യങ്ങളോടെ ചേർത്ത് പറയണം. ഇപ്പം ബസ്സുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ സ്ത്രീജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു സംശയം എന്ന് വെച്ചാൽ എല്ലാ സ്ത്രീജനങ്ങളും ഫ്രീ ആയിട്ട് പോകാൻ അർഹതപ്പെട്ടവരാണോ എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു പുനർചിന്താവനം ഉണ്ടാകണം. കാരണം ഇന്ന് ബാങ്ക് മാനേജർ മുതൽ IAS വരെയുള്ള വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീജനങ്ങളുണ്ട്. മീൻ ജോലിക്ക് പോകുന്നവരും വീട്ടു ജോലിക്ക് പോകുന്നവരും കുടുംബശ്രീയിലുള്ളവർ എല്ലാവരും സ്ത്രീകളാണ്. പക്ഷേ ഇത് അർഹതയുള്ളവർക്ക് മാത്രം കൊടുത്താൽ പോരെ എന്നുള്ളൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. പക്ഷേ നമ്മുടെ മാനിഫെസ്റ്റോയിൽ പറയുന്നതൊക്കെ എല്ലാവരും ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വലിയൊരു ബാധ്യതയായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ തന്നെ നോക്കി എന്തുമാത്രം വനിതാ ജീവനക്കാരുണ്ട്, ഇവർക്കെല്ലാം കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ള ഒരു ചോദ്യം കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. അതെത്രത്തോളം പിന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. പിന്നെ രണ്ടാമത് വിദ്യാർത്ഥികൾക്കുള്ള കൺസെഷൻ പ്രൈവറ്റ് മേഖലയിൽ നന്നായിട്ട് ബാധിക്കും. ഇതിനൊക്കെ എങ്ങനെ പരിഹാരം ഉണ്ടാകുമെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ഒരുപക്ഷെ വിചാരിച്ചു കഴിഞ്ഞാൽ KSRTC ലാഭത്തിലാക്കാൻ പറ്റും. കാരണം അത്രത്തോളം KSRTCക്ക് പല സ്റ്റാൻഡുകളിൽ നിന്നുള്ള വരുമാനങ്ങളൊക്കെ കൂട്ടാൻ പറ്റും. ഉദ്യോഗസ്ഥന്മാരെ, അത് തൊഴിലാളികളുടെ കാര്യക്ഷമത വർദ്ധിപ്പിച്ചാൽ തന്നെ KSRTC വീണ്ടും വരുമാനം വർദ്ധിക്കുക, അതുവഴി നഷ്ടം നികത്താനും പറ്റുമെന്നുള്ളതാണ് ഒരു വിശ്വാസം. തീർച്ചയായിട്ടും താങ്കൾ പിന്നെ വളരെ പ്രസക്തമായ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. സെക്രട്ടറിയിൽ ജോലി ചെയ്യുന്ന സ്ത്രീയും മീൻ കച്ചവടത്തിന് പോകുന്ന സ്ത്രീയും വീട്ടുജോലിക്ക് പോകുന്ന സ്ത്രീയും തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകുന്ന സ്ത്രീയും അധ്യാപികയും IASകാരും എല്ലാവരും ഈ ബസ്സുകളിലെ സൗജന്യ യാത്ര ചെയ്യാൻ അനുവദിക്കുന്നത് അതൊരു നല്ല തീരുമാനമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ അർഹിക്കുന്ന സ്ത്രീകൾക്കാണ് പിന്നെ ഈ ആനുകൂല്യം കൊടുക്കേണ്ടത്. സമ്പന്നരായ സ്ത്രീകൾക്ക്, ഉദ്യോഗസ്ഥരായ സ്ത്രീകൾക്ക് ഈ ആനുകൂല്യം കൊടുക്കുന്നത് കൊണ്ട് പൊതു ഖജനാവിന് വലിയൊരു ബാധ്യതയാണ് വരുത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ മാനിഫെസ്റ്റോയിൽ, UDF മാനിഫെസ്റ്റോയിൽ പറഞ്ഞ ആദ്യത്തെ വിഡ്ഢിത്തങ്ങളിൽ ഒന്നാണ് നടപ്പിലാക്കിയത്. അത് KSRTCയെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. വളരെ ക്രിയേറ്റീവായ വിമർശനമാണ് താങ്കൾ പറഞ്ഞത്. നമുക്ക് വീണ്ടും ചില വിഷയങ്ങളുമായിട്ട് കാണുകയും വിശദമായിട്ട് സംസാരിക്കുകയും ചെയ്യാം. എന്നാൽ ഇത്തരം ഒരു കാര്യം ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തുന്നതും സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതും വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. നമസ്കാരം. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.